വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് അഡൾട്ട്സിനും കിഡ്സിനും ആണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നമ്മളിന്ന് ട്രെയിൻ കയറിയിരിക്കുന്നത് ചാലക്കുടിയിലേക്കാണ്. അങ്ങനെ ചാലക്കുടി സ്റ്റേഷനിൽ ഇറങ്ങി ഒരു 60 റുപ്പീസ് നമ്മൾ ഓട്ടോയ്ക്ക് കൊടുത്താൽ മതി, നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതാണ് മാജിക് ലാൻഡ് എക്സ്പോ. ഇപ്പോൾ ചാലക്കുടിയിൽ നടക്കുന്ന ഒരു എക്സിബിഷനാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എക്സിബിഷൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ക്യാമലും ഹോസും വെച്ചിട്ടുണ്ട്, റൈഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് എൻട്രൻസ് നമ്മുടെ എക്സിബിഷനിലേക്കുള്ളത്. ഇതാണ് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന് അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ എൻട്രൻസിൻ്റെ ഉള്ളിൽ കൂടെ ഫസ്റ്റ് എൻട്രി ചെയ്താൽ കാണുന്ന ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചറാണിത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെയാണ് കുട്ടികൾക്ക് കൂടുതലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടെ നമ്മുടെ മിക്കി മൗസും ഡൊണാൾഡ് ഡക്കും ഒരു കുഞ്ഞ് എലിഫൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ചുവൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ അതായത് അവനതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നല്ലൊരു എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഇരുന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഡെക്കറേഷൻസ് ആണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിൽ കുറച്ച് നോട്ടി ആയിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു ഡൊണാൾഡ് ഡക്കാണ് കേട്ടോ. ഡൊണാൾഡ് ഡക്ക് മാക്സിമം അച്ഛനോട് ഡാൻസ് കളിക്കാനും ഒക്കെ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതിൽ ഇത് എന്താ സംഭവം എന്ന് പോലും അറിയാത്തൊരു രീതിയിലാണ് നിന്നിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ കുട്ടികൾക്ക് നല്ലൊരു അതിശയിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അവർ ഡെയിലി കാർട്ടൂൺസും ഒക്കെ ടെലിവിഷനിൽ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് നേരിട്ട് ആ ഒരു ക്യാരക്ടേഴ്സിനെ ലൈവായിട്ട് കാണുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റാണ് അവരുടെ മുഖത്ത് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഡെക്കറേഷൻസ് ആണെങ്കിലും ഇവിടുത്തെ സെറ്റപ്പ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ കണ്ടോ ഡിയറൊക്കെ വെച്ചിരിക്കുന്നത് ശരിക്കും നല്ല എന്താ പറയുക ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു എഫക്റ്റാണ് അതിന് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇവിടേക്കാണ്. ഇവിടെ നമുക്ക് പല ടൈപ്പുള്ള ഫിഷസാണ് കാണാൻ പറ്റുക. അപ്പോൾ അത് ഒരുവിധം ഫിഷസ്, ഇതിൽ കൂടുതൽ ഫിഷസ് അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചാണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. കുറച്ചൊരു ഷോർട്ട് വീഡിയോസ് നമുക്ക് കാണാം. ഈ ടണലിലാണെങ്കിലും വൈഡ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണ് കാണാൻ പറ്റുന്നത്. അതും ഇത് ഫസ്റ്റ് ടണലാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. പിന്നെ നമ്മൾ ഓരോ ടണലുകളായിട്ട് പോകുന്ന സമയത്തും ആ മീൻ പല ടൈപ്പ് വെറൈറ്റി മീനുകളും അതിൻ്റെ സൈസസ് ഒക്കെ കൂടി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം.
അണ്ടർ വാട്ടർ ടണൽ ഏരിയ കടന്ന് വന്നേ പിന്നെ നമ്മൾ കാണുന്ന ഒരു ഫിഷസിൻ്റെ ഏരിയ ആണ് ഇത്. ഇവിടെയും ഇതേപോലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമുക്ക് പല ടൈപ്പ് ഫിഷസും കാണാം. ഇതിലെനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് ഈ കുഞ്ഞു കുഞ്ഞു ഫിഷസാണ് കേട്ടോ. ഇത് വീഡിയോയിൽ എത്ര രീതിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല, നേരിട്ട് നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ പല കളറിലും പല ടൈപ്പിലുമുള്ള ഫിഷസാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് അണ്ടർ വാട്ടർ ടണൽ കേട്ടോ. ഇങ്ങനെ ഈ ഒരു പാത്വേ കടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പോർഷൻ വരുന്നതാണ് മൂന്നാമത്തെ. അങ്ങനെ ഓരോ ടണലിലും പല സൈസുള്ള ഫിഷസും പല വെറൈറ്റീസ് ആയിട്ടുള്ള ഫിഷസാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷസിൻ്റെ ഏരിയ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്പോട്ട് എന്ന് പറയുന്നത് അച്ചു പറഞ്ഞത് അവൻ ശരിക്കും ഞെട്ടിപ്പോയി എന്നാണ്. അങ്ങനെ സ്പോട്ടാണ് ഇത്. ഇവിടെ ഒരു മെർമാനെ നമുക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ അവനത് റിയലാണെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ പണ്ട് സർക്കസിലൊക്കെ കണ്ടിരുന്നു ഇങ്ങനത്തെ. ഞാൻ കുഞ്ഞിതിലിരിക്കുമ്പോൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. അന്ന് ഞാനും ഇതൊക്കെ റിയലാണ് എന്നുള്ളൊരു ഇതിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവനും ആ ഒരു ആങ്സൈറ്റി ആ മുഖത്ത് ഉണ്ടായിരുന്നു. ഇനി ആ ഒരു ഏരിയ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഓഫ് ആനിമൽസും റെപ്റ്റൈൽസുമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് ഒരു ടൈപ്പ് ഓഫ് മങ്കിയാണ്. പിന്നെ അടുത്തത് കാണുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്ക്വിറലാണ്. അതിൻ്റെ പേരൊക്കെ അവർ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സാണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല, കാരണം അത്രയും വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് അവരവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പാറ്റേൺ പോലെ തോന്നുന്നു, പക്ഷെ ഓരോന്നും ഓരോ വെറൈറ്റീസാണ്. അപ്പോൾ അങ്ങനെ ഈ ബേർഡ്സിൻ്റെ ഒരു ഏരിയ നമ്മൾ ഫുൾ ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ ബേർഡ്സിൻ്റെ ഏരിയ കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ഏരിയ വരും. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് പാമ്പിനെ കഴുത്തിലൊക്കെ വെച്ചിട്ട് നിൽക്കാം. നമുക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ആ ഒരു ഏരിയ ഫുൾ ഇതേപോലെ കുറേ പാമ്പിൻ്റെ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അതിൻ്റെ അടുത്ത് തന്നെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എവിടെയാണ് ഒറിജിൻ എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതേപോലെ സ്കോർപ്പിയോണിനെ കാണാം, സ്പൈഡേഴ്സിനെ കാണാം, പല ടൈപ്പ് ബേർഡ്സിനെ കാണാം. അതൊക്കെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ നമുക്കും കാണാൻ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് വാച്ച് സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫാമിലി ആയിട്ട് വന്ന് ഇത് നേരിട്ട് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക.
ഇവിടെ നോക്കുന്ന സമയത്ത് പീജിയൻസ് തന്നെ പല ടൈപ്പ് പീജിയൻസ് ഉണ്ട് കേട്ടോ. അതന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഇനി പീജിയൻസ് മാത്രമല്ല, പല ടൈപ്പ് മൗസും ഇവിടെ കണ്ടു. അതായത് നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണുന്ന ഹാംസ്റ്റർ, ഗിനി പിഗ്, അതേപോലത്തെ പല ടൈപ്പ് മൗസിനെയും ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മൈക്രോ സ്ക്വിറലാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു ക്യൂട്ട്നെസ് ആയിട്ട് തോന്നി. ഇനി ഇവിടുന്ന് എക്സിറ്റ് ചെയ്താൽ കഴിഞ്ഞു. ഇനി ഫുള്ള് സ്റ്റോളുകളാണ് കേട്ടോ ഈ ഏരിയയിൽ. സ്റ്റോളുകൾ എന്ന് പറഞ്ഞാൽ അധികമായിട്ടും ഒന്നുമില്ല. ഈ ഒരു ഫർണിച്ചറിൻ്റെ സ്റ്റോളുണ്ട്, പിന്നെ ഒരു അക്വേറിയത്തിൻ്റെ സ്റ്റോളുണ്ട്, പിന്നെ അത് ആ സൈഡിലൊരു ബുക്ക് സ്റ്റോളുണ്ട്, പിന്നെ ഒരു ഹൽവയുടെ സ്റ്റോളുണ്ട്. അത്ര തന്നെ കാര്യമായിട്ടുള്ളൂ. സാധാരണ നോർമലി ഉള്ള ടോയ്സിൻ്റെ കൂടുതലായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ഇത് ഇതുപോലൊരു വാച്ചിൻ്റെ സെക്ഷൻ ഉണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അത് ഡ്രസ്സിൻ്റെ ഒരു ചെറിയൊരു ഏരിയ. അവിടെ നിന്ന് നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ഫുഡ് കോർട്ടിലേക്കാണ്. ഇവിടെ നമുക്ക് ഐസ്ക്രീംസും കുലുക്കി സർബത്തും പിന്നെ സൈഡിൽ കുറേ ഫ്രൈഡ് ഐറ്റംസും പാവ് ഭാജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ജൈൻറ്റ് വീല്, പിന്നെ ഒരു 2-3 റൈഡുകളുണ്ട്. പിന്നെ അപ്പുറത്തൊരു ഡ്രാഗൺ ട്രെയിനും ഉണ്ട് കേട്ടോ. ഇത് അധികം റഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയാണ് മാജിക് ലാൻഡ് എക്സ്പോയിലെ കാഴ്ചകൾ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.